ഓക്കെ. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രോപ്പ് ഡ്രില്ലിങ്ങിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് പ്രോപ്പ് ഡ്രില്ലിംഗ് എങ്ങനെ ഒഴിവാക്കണമെന്ന് നമുക്ക് കുറച്ച് മെത്തേഡ്സ് നമുക്കിവിടെ നോക്കാനുണ്ട്. അതിൽ ഒന്നാമത്തെ മെത്തേഡാണ് നമുക്ക് കോണ്ടെക്സ്റ്റ് API എന്ന് പറയുന്നത്. സോ കോണ്ടെക്സ്റ്റ് API എന്ന് പറഞ്ഞാൽ റിയാക്റ്റിന്റെ ഒരു മെത്തേഡാണ്. അതെങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് നമുക്ക് കോഡിനകത്തോട്ട് ചെക്ക് ചെയ്യാം. സോ കോഡിൽ പോയി കഴിഞ്ഞാൽ ഞാനിവിടെ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, cart-context.jsxനകത്ത്. ഇതിൽ ഞാൻ എക്സ്പോർട്ട് കോൺസ്റ്റ് എന്ന് പറഞ്ഞൊരു കോണ്ടെക്സ്റ്റ് ഐറ്റംസ് എന്ന് പറഞ്ഞൊരു വേരിയബിളിനെ ഞാൻ എക്സ്പോർട്ട് ചെയ്യണം. അതിനകത്ത് ഞാൻ ആദ്യം ക്രിയേറ്റ് കോണ്ടെക്സ്റ്റ് കൊടുത്തിരിക്കുകയാണ്. ക്രിയേറ്റ് കോണ്ടെക്സ്റ്റ് ആണ് നമ്മൾക്ക് കോണ്ടെക്സ്റ്റ് API യൂസ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് കോണ്ടെക്സ്റ്റ് വെച്ച് നമ്മൾ കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ യൂസ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന സാധനം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ ക്രിയേറ്റ് കോണ്ടെക്സ്റ്റിന്റെ ഡീഫോൾട്ട് എന്ന് പറയുന്നത് ഐറ്റംസ് എന്നാണ് ഞാൻ ഇവിടെ കൊടുത്തത്. കാരണം എനിക്ക് ഐറ്റംസ് ആണ് എനിക്ക് പാസ് ചെയ്യേണ്ടത്. ഓക്കെ, അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. സോ ഈ കോണ്ടെക്സ്റ്റ് ഐറ്റംസ് എന്ത് ചെയ്യണം, ഞാൻ ഇവിടെ ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് ചെയ്യുന്നത് app.jsxനകത്താണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് ഇമ്പോർട്ട് ചെയ്ത് ഇമ്പോർട്ട് context.items ഞാൻ ഇവിടെ app.jsxനകത്ത് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കോണ്ടെക്സ്റ്റ് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ, നമുക്ക് ഒരുപാട് കോമ്പോണൻസ് ആണ്, മൾട്ടിപ്പിൾ കോമ്പോണൻസ് ആണ്. ഈ മൾട്ടിപ്പിൾ കോമ്പോണൻസിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ കോണ്ടെക്സ്റ്റ് വെച്ച് റാപ്പ് ചെയ്യും. ഓക്കെ, കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് എല്ലാം കോമ്പോണൻസിന് വെച്ച് നമ്മൾ അങ്ങ് റാപ്പ് ചെയ്ത് കളയും. ഓക്കെ, ഇപ്പൊ app.jsxനകത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് കോമ്പോണൻസ് ആണ് ഉള്ളത്, ഹെഡറും ഷോപ്പും. സോ എനിക്ക് ഐറ്റംസ് പാസ് ചെയ്യേണ്ടത് ഹെഡറിനകത്താണ്. സോ ഹെഡർ കോമ്പോണന്റിനകത്ത് ചൈൽഡ് കോമ്പോണന്റ് ഉണ്ട്, ആ ചൈൽഡ് കോമ്പോണന്റിനകത്ത് വേറൊരു ചൈൽഡ് കോമ്പോണന്റ് ഉണ്ട്. സോ ഇതൊരു ഇന്റർമീഡിയറ്റ് കോമ്പോണൻസ് ആണ്, അതായത് കോമ്പോണന്റ് ട്രീ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ഫ്രാഗ്മെന്റ്സ് യൂസ് ചെയ്തിരിക്കുന്ന അവിടെ നമ്മൾ കോണ്ടെക്സ്റ്റ് വെച്ച് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇവിടെ കോണ്ടെക്സ്റ്റ് ഐറ്റംസ് ഡോട്ട് പ്രൊവൈഡർ, അതുപോലെ ഇവിടെ നമുക്ക് പ്രൊവൈഡർ എന്ന് നമ്മളിവിടെ യൂസ് ചെയ്യണം. കാരണം കോണ്ടെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നെങ്കിൽ നമുക്കിങ്ങനെ കോണ്ടെക്സ്റ്റ് ഐറ്റംസ്, അതായത് നിങ്ങൾ ഏത് പേര് വേണമെങ്കിലും കൊടുക്കാം, ഡോട്ട് പ്രൊവൈഡർ എന്ന് പറഞ്ഞ് കൊടുക്കണം. അപ്പൊ ഇവിടെ നമുക്ക് അടുത്തത് എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ, നമുക്ക് ഈ കോണ്ടെക്സ്റ്റിനകത്ത് നമുക്ക് ഡേറ്റ പാസ് ചെയ്യണം. സോ ഡേറ്റ പാസ് ചെയ്യണമെങ്കിൽ അതിന്റെ പ്രോപ്പ് എന്ന് പറയുന്നത് വാല്യൂ ആണ് അതിന്റെ ആട്രിബ്യൂട്ട് നെയിം. ഓക്കെ, ഈ വാല്യൂ ഏത് ടൈപ്പ് ഉള്ള ഡേറ്റ വേണമെങ്കിൽ എടുക്കും. സ്ട്രിങ് എടുക്കാം, ന്യൂമറിക് അക്സെപ്റ്റബിൾ ആണ്, അതുപോലെ ബൂളിയൻ, ഒബ്ജക്റ്റ്, അറേസ്, എല്ലാ ടൈപ്പും അക്സെപ്റ്റ് ചെയ്യും. അപ്പൊ ഇവിടെ ഞാൻ തൽക്കാലം ഇവിടെ ഐറ്റംസ് എന്ന് പറയുന്ന ഒരു ഡീഫോൾട്ട് വാല്യൂ ഞാൻ സെറ്റ് ചെയ്യാം. ഇത് ഹാർഡ് കോഡ് ചെയ്താണ് വെച്ചിരിക്കുന്നത്, നമ്മളിത് ആക്ച്വലി ഇത് മാറ്റണം. തൽക്കാലം ഇങ്ങനെ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമുക്ക് ഹെഡറിനകത്തോട്ട് പോകണം. ഓക്കെ, ഹെഡറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു കാർട്ട് മോഡൽ ഉണ്ട്. ഓക്കെ, കാർട്ട് മോഡലിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാർട്ട് എന്ന് പറഞ്ഞൊരു വേറൊരു കോമ്പോണന്റ് ഉണ്ട്. അപ്പൊ കാർട്ട് കോമ്പോണന്റിനകത്താണ് നമുക്ക് ഈ ഐറ്റംസ്, അതായത് കോണ്ടെക്സ്റ്റ് APIക്കകത്തുള്ള ഈ ഐറ്റംസ് നമുക്ക് യൂസ് ചെയ്യേണ്ടത് കാർട്ടിനകത്താണ്. ബാക്കി ഈ കാർട്ട് മോഡൽ, ഹെഡർ, ഇതൊക്കെ എല്ലാം ഇന്റർമീഡിയറ്റ് കോമ്പോണൻസ് ആണ്. ആക്ച്വലി ഈ ഐറ്റംസ് എന്ന് പറയുന്ന സാധനം നമ്മൾ ഇന്റർമീഡിയറ്റ് കോമ്പോണൻസ് യൂസ് ചെയ്യില്ല. യൂസ്ഫുൾ ആവുന്നത് കാർട്സിനകത്താണ്, കാർട്ട് എന്ന് പറയുന്ന കോമ്പോണന്റിനകത്താണ്. സോ ഇവിടെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ നമ്മൾ ക്രിയേറ്റ് കോണ്ടെക്സ്റ്റ് വെച്ച് യൂസ് ചെയ്തു. നമ്മൾ ക്രിയേറ്റ് കോണ്ടെക്സ്റ്റ് വെച്ച് കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ അതിനെ വെച്ച് റാപ്പ് ചെയ്തു. ഇനി നമുക്ക് ഈ ഡേറ്റ ഇതിനകത്തോട്ട് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിവിടെ യൂസ് കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഇവിടെ കൊണ്ടുവരും. ഇവിടെ കോൺസ്റ്റ്, നമ്മളെ ഈ കോൺസ്റ്റ് ഇവിടെ ആക്ച്വലി ഇവിടെ ഒരു ഒബ്ജക്റ്റ് ആണ്, ഒരു empty array ആയിട്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. യൂസ് കോണ്ടെക്സ്റ്റ്. ഓക്കെ, യൂസ് കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് കോണ്ടെക്സ്റ്റ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മളിവിടെ കാർട്ട് കോണ്ടെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ കോണ്ടെക്സ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് ഒരു കോണ്ടെക്സ്റ്റ് ആണ്. സോ ഇതാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ കഴിഞ്ഞാല് കോണ്ടെക്സ്റ്റ് ഐറ്റംസ്. ഓക്കെ,
ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് ഐറ്റംസ് എന്ന് പറയുന്നത് അത് ഇവിടെ വരും. F12 അടിച്ചു കഴിഞ്ഞാൽ ഡീഫോൾട്ട് നമ്മൾ നേരെ റീഡയറക്ട് ചെയ്യുന്നത് ഇവിടെയാണ്. ഓക്കെ, സോ ഇവിടെ എന്താണോ കൊടുത്തിരിക്കുന്നത് അതായിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടുത്തെ ഐറ്റംസ് ഉണ്ടല്ലോ, ഈ കാർട്ടിന്റെ ഐറ്റംസ് നമുക്ക് ഇതിന്റെ ആവശ്യമില്ല. കാരണം നമ്മൾ ഓൾറെഡി ഈ കോണ്ടെക്സ്റ്റ് ഐറ്റംസ്, അതായത് ഈ app.jsx നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ കോണ്ടെക്സ്റ്റ് ഐറ്റമിലെ വാല്യൂ, ഈ വാല്യൂ ആയിരിക്കും ഇവിടെ എടുക്കുന്നത്. ഓക്കെ, സോ നമ്മൾ വാല്യൂ കൊടുത്തിരിക്കുന്നത് ഒരു empty array ആണ്. ഐറ്റംസ് എന്ന് പറഞ്ഞാണ് കീ നെയിം. ഇനി നമുക്കിത് സേവ് ചെയ്ത് നോക്കാം. ആഡ് ടു കാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ കാർട്ടിൽ ഇവിടെ empty ആയിട്ടോ വരുന്നത്. നമ്മൾ എന്തെങ്കിലും എറർ ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. കൺസോളിലൊന്നും എറർ അടിക്കുന്നില്ല. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. സോ കോണ്ടെക്സ്റ്റ് API അതൊരു യൂസ്ഫുൾ മെത്തേഡാണ്. അപ്പോൾ ഓക്കെ, പ്രോപ്പ് ഡ്രില്ലിങ്ങിനെ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഒരു മെത്തേഡാണ് കോണ്ടെക്സ്റ്റ് API. പക്ഷെ ഇവിടെ നമ്മൾ തീർന്നിട്ടില്ല. കാരണം ഞാൻ ഇവിടെ 2 പ്രോഡക്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ കാർട്ടിൽ ഇവിടെ നോ ഐറ്റംസ് ഇൻ കാർട്ട് എന്നാണ് കാണിക്കുന്നത്. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ app.jsx-നകത്ത് ഇവിടെ ഐറ്റംസ് ഡീഫോൾട്ട് വാല്യൂ empty array ആണ് കൊടുക്കുന്നത്. സോ ഇവിടെ ആക്ച്വലി നമ്മൾ നമ്മുടെ സ്റ്റേറ്റ്, ഓക്കെ, നമ്മുടെ സ്റ്റേറ്റ് നമുക്കിവിടെ ഈ കോണ്ടെക്സ്റ്റിനകത്ത് ലിങ്ക് ചെയ്യണം. അതെങ്ങനെ നോക്കാന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഐറ്റംസിനെ മാറ്റിയിട്ട് ഇവിടെ എന്ന് പറയുന്നത് ഷോപ്പിംഗ് കാർട്ടാണ്. ഓക്കെ, ഷോപ്പിംഗ് കാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ അതായത് സെറ്റ് ഷോപ്പിംഗ് കാർട്ട്, അതായത് നമ്മൾ പ്രോഡക്റ്റ് ആഡ് ചെയ്യുമ്പോൾ ഈ സ്റ്റേറ്റ് അങ്ങ് അപ്ഡേറ്റ് ചെയ്യും. ഇവിടെ ഷോപ്പിംഗ് കാർട്ടാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഷോപ്പിംഗ് കാർട്ട്. ഓക്കെ, 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടി. ഓക്കെ, സോ ഈ ഐറ്റം നമ്മൾ ഹാർഡ് കോഡ് ചെയ്ത വാല്യൂ മാറ്റിയിട്ട് നമ്മളിവിടെ സ്റ്റേറ്റ് ഇവിടെ വെച്ച് കോണ്ടെക്സ്റ്റ് വെച്ച് ലിങ്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് തീർന്നിട്ടില്ല. കാരണം നമുക്ക് ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. അതായത് ഹാൻഡിൽ ആഡ് ഐറ്റം ടു കാർട്ട്. ഈ ഫംഗ്ഷന് നമുക്ക് ആക്ച്വലി ഈ കോണ്ടെക്സ്റ്റ് വാല്യൂയിലോട്ട് പാസ് ചെയ്യണം. ഓക്കെ, സോ ഇങ്ങനെ കൊടുത്താൽ ശരിയാവത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ വാല്യൂസ്, അതായത് ഇതിപ്പോൾ ഒറ്റ വാല്യൂ ആയിട്ടാണ് പാസ് ചെയ്യുന്നത്. നമുക്ക് മൾട്ടിപ്പിൾ വാല്യൂ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഒബ്ജക്റ്റ് ആയിട്ടായിരിക്കും പാസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് വേണമെങ്കിൽ ഒരു വേരിയബിളും കൂടെ ഇടാം. കോണ്ടെക്സ്റ്റ് വാല്യൂസ് ഈക്വൽ ടു ഇത്. ഇവിടെ നമ്മൾ ഐറ്റംസ് എന്ന് പറയുന്നത് നമ്മുടെ ഷോപ്പിംഗ് കാർട്ടാണ്. ഷോപ്പിംഗ് കാർട്ട് കോമ എന്ന് പറയുന്നത് അടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഫംഗ്ഷൻ ആഡ് ചെയ്യണം. ഓക്കെ, ആഡ് ഐറ്റം ടു കാർട്ട് എന്ന് പറയുന്നത് ഹാൻഡിൽ ആഡ് ഐറ്റം ടു കാർട്ട് എന്നായിരിക്കും കൊടുക്കുന്നത്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കോണ്ടെക്സ്റ്റ് വാല്യൂസിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഐറ്റംസ് എന്ന് പറയുന്ന ഒരു ഡീഫോൾട്ട് empty array ആണ്. അതുപോലെ നമുക്ക് ആഡ് ടു നമുക്ക് ഇവിടെ കൊടുക്കാം, ആഡ് ഐറ്റം ടു കാർട്ട്. കാരണം നമുക്ക് ഓട്ടോ കംപ്ലീറ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മളൊരു empty array കൊടുക്കാം. empty array അല്ല, സോറി, ഒരു empty ഒബ്ജക്റ്റ് ഫംഗ്ഷൻ ആണ് ഇത്. ഓക്കെ, app.jsx പോയി കഴിഞ്ഞാൽ നമ്മളിവിടെ കോണ്ടെക്സ്റ്റ് വാല്യൂസ് നമ്മളിവിടെ സെറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ കാർട്ടിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഐറ്റംസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ shop.jsx നമുക്ക് മാറ്റേണ്ടത് on add item to cart.
ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ പ്രോഡക്റ്റിലേക്ക് പോകണം. ഓക്കെ, സോ പ്രോഡക്റ്റിലാണ് ഓൺ ആഡ് ടു കാർട്ട് ഇരിക്കുന്നത്. അത് നമ്മളിവിടെ മാറ്റിയിട്ട് നമ്മൾ മറ്റേ കോണ്ടെക്സ്റ്റ് വെച്ച് കൊണ്ടുവരണം. ഓക്കെ, കോൺസ്റ്റ് തൽക്കാലം നമുക്ക് എം ടി ഒബ്ജക്റ്റ് വെച്ച് കൊടുക്കാം. യൂസ് കോണ്ടെക്സ്റ്റ്, അവിടെ നമ്മൾ കോണ്ടെക്സ്റ്റ് ഐറ്റംസ്, ഇവിടെ നമ്മൾ കൊടുക്കാൻ പോകുന്ന ആഡ് ഐറ്റം ടു കാർട്ട്. സോ ഓക്കെ, ഇവിടെ നമുക്ക് കണ്ടോ ആഡ് ഐറ്റം ടു കാർട്ട് ഐറ്റംസ് ഇങ്ങനെ ഓട്ടോ കംപ്ലീറ്റ് കിട്ടാൻ വേണ്ടിയാണ് ഞാനിവിടെ ഈ രണ്ട് സംഭവം എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് വേണ്ടത് ആഡ് ഐറ്റം ടു കാർട്ട്. ഇതൊരു ഫംഗ്ഷൻ ആണെന്ന് നമുക്കറിയാം. സോ ഇവിടെ ഓൺ ആഡ് ടു കാർഡ് മാറ്റിയിട്ട് ആഡ് ഐറ്റം ടു കാർട്ട്. സോ എനിക്കിത് ഇതിന്റെ ആവശ്യം ഇല്ല. നമുക്കിത് സേവ് ചെയ്ത് നോക്കാം. ഓക്കെ, എന്തോ ഒരു എറർ അടിച്ചു. items dot reduce is not a function. Items dot reduce. Okay, shopping cart. Okay, shopping cart dot items ആണ്. ഓക്കെ, ഷോപ്പിംഗ് കാർട്ട് കാരണം ഐറ്റംസ് അറേ ആണ് വേണ്ടത്. ഇത് ആക്ച്വലി ഒബ്ജക്റ്റ് ആയി പോയി. ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, എറർ ഒന്നുമില്ല, വാർണിംഗ് മാത്രമേ ഉള്ളൂ. ആഡ് ടു കാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, സംഭവം വർക്ക് ആയിട്ടുണ്ട്. സോ ഇതാണ് നമ്മൾ യൂസ് കോണ്ടെക്സ്റ്റ്, അതായത് അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് APIയുടെ യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ആദ്യമേ പറയാം. അതായത് കോണ്ടെക്സ്റ്റ് APIയുടെ യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കോമ്പോണന്റ് ട്രീക്കകത്ത് നമ്മൾ ഡേറ്റ പാസ് ചെയ്യുമ്പോൾ, അതായത് കോംപ്ലക്സ് കോമ്പോണന്റ് ട്രീയിൽ നമ്മൾ ഡേറ്റ പാസ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയൊരു യൂസ്ഫുൾ ഒരു API ആണ് കോണ്ടെക്സ്റ്റ് API. സോ കോണ്ടെക്സ്റ്റ് APIയിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ക്രിയേറ്റ് കോണ്ടെക്സ്റ്റ് വെച്ച് ചെയ്യണം. അതുപോലെ തന്നെ ആ കോണ്ടെക്സ്റ്റ് നമ്മൾ വ്രാപ്പ് ചെയ്യണം. ഓക്കെ, മൾട്ടിപ്പിൾ കോമ്പോണൻസ്, അതായത് മെയിൻ കോമ്പോണൻസിനെ വ്രാപ്പ് ചെയ്തങ്ങ് എടുക്കണം. സോ ഇതിനകത്ത് കോണ്ടെക്സ്റ്റ് ഐറ്റംസ് ഡോട്ട് പ്രൊവൈഡർ എന്ന് പറഞ്ഞായിരിക്കും കൊടുക്കുന്നത്. അതിനകത്ത് നമ്മൾ വാല്യൂ എന്ന് പറഞ്ഞ് പാസ് ചെയ്യും. ഓക്കെ, ഈ വാല്യൂവിനകത്താണ് നമ്മൾ ഡേറ്റ പാസ് ചെയ്യുന്നത്. സോ ഈ ഡേറ്റ നമ്മൾ എവിടേക്കാണോ ഏത് കോമ്പോണന്റിലാണ് ഡേറ്റ യൂസ്ഫുൾ ആണോ അവിടെ നമുക്ക് യൂസ് കോണ്ടെക്സ്റ്റ് വെച്ച് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, സോ ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് സെക്ഷനകത്ത് ഇടുക. ഓക്കെ, സോ നമുക്കിനി അടുത്ത വീഡിയോയിൽ